അപ്പം ഇത്ര അനുഭവ സമ്പത്ത് വെച്ച് നോക്കുമ്പോഴേ ഈ മത്സ്യകൃഷി ലാഭകരമാണോ? തീർച്ചയായിട്ടും ലാഭകരമാണ്. അത് കൃഷി ഞാൻ പറഞ്ഞ പോലെ അറിഞ്ഞ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇപ്പോൾ വേറെ മത്സ്യങ്ങളുണ്ട്, ഇപ്പോൾ കട്ട്ള, കാർപ്പനങ്ങൾ, അതൊന്നും തീറ്റ നമ്മൾ പച്ചക്കറി വേസ്റ്റ് മാത്രം കൊടുത്താൽ മതി. മനസ്സിലായി? അതേപോലെ ഏത് ഇപ്പോൾ പിലോപ്പി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു മീനുകളായിക്കോട്ടെ, കരിമീൻ തവിട് പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. 10 രൂപ 20 രൂപ ഉള്ളൂ. ചാണകം ഒരു ലോഡിന് 2000 കൊടുത്താൽ മതി. കരിമീനുള്ള ഭക്ഷണമാണ്. ആൽഹള ഇതിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യണേ. മനസ്സിലായോ? കാശ് കൊടുക്കണ്ട, കൊടുക്കാം. അപ്പൊ അങ്ങനെ കൃഷി ചെയ്യുമ്പോഴാണ് മെച്ചം വരിക. ഓരോ കൃഷിയിലും അതുപോലുള്ള പോയിന്റുകൾ. അങ്ങനെ കിട്ടുന്ന മത്സ്യത്തിന് ടേസ്റ്റ് കൂടുതലാ, നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നു. അതെ അതെ. അപ്പം പുതു കർഷകർ അങ്ങനെ കൃഷി ചെയ്യട്ടെ. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ലാഭകരമാവുള്ളൂ. അല്ലാത്ത കൃഷികളൊക്കെ നഷ്ടത്തിലേക്ക് പോവുക. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഓരോ കുളത്തിൽ ഇത്ര മത്സ്യം, കുളത്തിൻ്റെ ആഴം, കുളത്തിൻ്റെ സ്വഭാവം, പടുതാക്കുളമാണെങ്കിൽ അതനുസരിച്ച് എണ്ണം കുറയ്ക്കണം, വെള്ളം മാറാനുള്ള സംവിധാനം, വെള്ളത്തിൻ്റെ ക്വാളിറ്റി എല്ലാം അനുസരിച്ച് വേണം മത്സ്യം നിക്ഷേപിക്കാൻ. മത്സ്യം വളരാണ്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. അതിനെ കണ്ടെത്തി നമ്മളത് ഓവർകം ചെയ്യുമ്പോൾ മീൻ വലുതാവും.